ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വിജി വന്നിട്ടുണ്ട്. അപ്പോൾ വിജി ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അറിയാലോ, ഉണ്ണിക്ക് ചെറിയൊരു വെയിറ്റിൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സെറ്റായി. ഇപ്പോൾ ഉണ്ണി വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അവളുടെ ചാനലിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് അതേ ശിവും വിജിയും കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് നടക്കുകയാണ്. കുട്ടിയുടെ വീഡിയോ കൊടുക്കണം. അമ്മ ഞങ്ങൾക്ക് ചായ വെക്കുന്നുണ്ട്. അമ്മയ്ക്ക് ശിവൊന്നും പോയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ശിവന് ചെവിക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട്. ജലദോഷം വരുമ്പോൾ ഉണ്ടാവാറുള്ളതാണ്. ഒന്നും ഉണ്ടായില്ല, അതുപോലത്തെ ഇല്ല. പക്ഷേ ചെറിയൊരു അസ്വസ്ഥത ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊന്നും വിട്ടില്ല. ഇന്നലെ ചെറുതായിട്ട് ചെറിയൊരു പഴുപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നലെ രാത്രി ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഇന്ന് വിട്ടിട്ടില്ല, റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ തൊട്ട് ഇനി വിടണം. അപ്പോൾ അത് ഇനി വീട്ടിലേക്ക് വന്നു കൊടുക്കുകയാണ്. ഞങ്ങൾ ടീച്ചറുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹോംവർക്കുകൾ പഠിക്കാനുള്ളതൊക്കെ സ്റ്റഡി വെല്ലുന്നുണ്ട്. ആണോ? ഹോംവർക്ക് വന്നിട്ടുണ്ടെന്ന് ഗ്രൂപ്പ്. എൻ്റെ ഫോൺ ഡിസ്പ്ലേ പോയി. അപ്പോൾ അതിലായിരുന്നു ഫുൾ ഉണ്ടായത്. പിന്നെ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഇവൻ്റെ നമ്പർ ആഡ് ചെയ്തോളാം പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ. അപ്പോൾ അവൻ്റെ ഫോണിലേക്കാണ് എന്താ പറയുക ഹോംവർക്കും എല്ലാം വരിക, ഗ്രൂപ്പിലെ മെസ്സേജൊക്കെ വരിക. അങ്ങനെ അപ്പോൾ ശിവ അവിടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ കഥ പറച്ചിലാണ്. അതിൻ്റെ ഇടയിൽ കഥ പറച്ചില്ല. നമുക്ക് ചായ കുടിച്ചാലോ? അതെ, നീ കറിഞ്ഞ പോലെ അല്ലേ? നീ എന്തിനാ കറിഞ്ഞന്ന്? ഒരു പൂമ്പാറ്റ ചത്തു. അപ്പൊ അതിനെ എന്താ പറയാ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ കൊന്നുണ്ടാക്കി ഇങ്ങനെ. ഇവിടെ ഉണ്ടല്ലേ, രാത്രി എന്റെ ആത്മാവ് വരും. നോക്കിക്കോ, നന്നാവും. അടുത്ത് വന്നിരിക്കണ്ടാവും. ശിവന്യ കാരണം അവൻ കിടന്ന് ഉറങ്ങും. ശിവൻ ഉറങ്ങാൻ പറ്റില്ലേ? ശിവ ഉറങ്ങാൻ പറ്റില്ല. മൂക്കിന്റെ മുകളിലേക്ക് വന്നിരിക്കുക. ഉണ്ടാ ഇതുപോലെ ഒന്നുകൂടി കാണിക്കാൻ പറ്റും. കോൾമി ഡാഡ്. ശിവു, ഇതെന്താ ചെയ്യാനീ? കടന്നിട്ട് കാര്യം. രാത്രിയാകുമ്പോൾ എന്തായാലും ഇവരുടെ അടുത്തേക്ക് തലയിലേക്ക് വന്നിരിക്കണ്ടാവുക. മൂക്കിന്റെ മുകളിൽ കണ്ണിന്റെ ഉള്ളിൽ കയറിയിരിക്കും. അങ്ങനത്തെ കുസൃതികളൊക്കെ ഒപ്പിക്കും. ഇഷ്ടായ? രാത്രി ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നേ ഞങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോ. സീനാണ് കേട്ടോ. എന്തിനാ കളിക്കേ? നീ എന്താ എന്നോട് ചെയ്ത അതുപോലെ നിന്നോട് ചെയ്യാൻ വേണ്ടിട്ട്. എൻ്റെ ഇതൊക്കെ ഉള്ളതാ. അച്ചാച്ചൻ വരുമ്പോ ചോദിച്ചു നോക്കട്ടാ. നമുക്ക് അച്ചാച്ചനോട് വിളിച്ചു പറഞ്ഞാലോ? പാപ്പു മേടിച്ചോണ്ടിരാൻ പറഞ്ഞാലോ? ശിവെന്നും അച്ഛനോട് പറയും കൊള്ളി വറുത്ത് മേടിച്ചിട്ട് പറയാൻ. ശിവനിഷ്ടം കൊള്ളി വറുത്തത്, കായ വറുത്തത്. ഇതുപോലെ ഇട്ടിട്ട് സാധനം തുറന്ന വഴിക്ക് നിറച്ചല്ല. കൊട്ട കൊണ്ടുവന്ന് കൊട്ട കൊടുക്കണ്ട്. ഡാൻസ് കണ്ടിട്ട് എന്താ പറഞ്ഞിന്ന്? കൊട്ട കൊണ്ടുവന്നേരം തിണ്ടി നന്നായിട്ടെന്ന് പറഞ്ഞു ശിവ. ഒരു കുട്ടിക്ക് അങ്ങനെ ഇതിനെ കിട്ടി. പിന്നെ ഒരു ചെമ്പരത്തിപ്പൂ. ശിവു ചെവി വേദനയുണ്ട്. പിന്നെ കള്ളം പറയത്. രാവിലെ കുളിപ്പിക്കുമ്പോ ചെവി ഇങ്ങനെ എന്ന് പറഞ്ഞോടി തുടച്ച വഴിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടറെ കാണിക്കാൻ പോവാന്ന് പറഞ്ഞ വഴിക്ക് ആള് വേദന ഒന്നും ഇല്ലമ്മ തൊട്ടോക്കെന്ന് കള്ളി. പക്ഷെ ഇന്നലെ പഴുപ്പുണ്ടായിരുന്നു. ജലദോഷം വന്ന അപ്പോ വരും. അങ്ങനെ നമ്മൾ 4 മണിക്ക് ഇതേ ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ പരിപ്പുവടയും ഉഴുന്നുവടയും പിന്നെ എന്നിട്ട് ഉള്ളിവട, ബജ്ജി, ഇവക ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് ചായക്കുള്ളത്. ഏതാ ഇഷ്ടം? ശരിക്കും ഇഷ്ടം ഏതാന്ന് പറയും. കിട്ടിയതൊന്നും പോരല്ലേ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. നിന്റെ ഡോക്ടർ നിന്നോട് എന്താ പറയാറ്? വിശ്വാസമുള്ള അത്രയും ഹൈജീനിക് ഉള്ള കടകളിൽ നിന്ന് മാത്രം ഫുഡ് കഴിച്ചു. നിന്റെ കടയാണല്ലോ, ഹൈജീനാണോ നിനക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ. അവിടെ
ഒരു ഞങ്ങൾ മന്തി കഴിക്കണമെങ്കിൽ അറേബ്യൻ ട്രീറ്റ് നിന്നാണ് കഴിക്കാറ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. അതെ. ഇപ്പോൾ രാത്രിയായി. അച്ഛൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ വിജി പറഞ്ഞു നമുക്ക് അച്ഛനെയും കൊണ്ടുവന്ന് പുറത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തേക്ക് വെറുതെ കറങ്ങാനൊന്നുമല്ല കേട്ടോ, എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ചിറ്റിലപ്പള്ളിയിലേക്കാണ് കേട്ടോ പോണത്. ചിറ്റിലപ്പള്ളിയിൽ കുട്ടുവിൻ്റെ ഫ്രണ്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, നകുൽ ചേട്ടൻ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ ഷോപ്പൊക്കെ കാണിച്ചു തരട്ടെ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും ഇൻസ്റ്റയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും വന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ എന്തായാലും നമ്മൾ ഒരു വീഡിയോയിൽ പറയും. അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ അതേ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിറ്റിലപ്പള്ളിയിൽ അമലയിൽ നിന്ന് തിരിയുമ്പോൾ തന്നെ കുറച്ച് നീങ്ങി കഴിഞ്ഞാലാണ് ഷോപ്പ് വരണത്. അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടും വിളിച്ചാലും വരില്ല, എങ്ങോട്ടും പോവില്ല. അപ്പോൾ വിജി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നിർബന്ധിച്ചപ്പോൾ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഓക്കെ ചെയ്താണ് കേട്ടോ. അങ്ങനെ എങ്ങോട്ട് വിളിച്ചാലും വരില്ല. മിക്കവരും ചോദിക്കാറുണ്ട് അച്ഛനെ വീഡിയോയിൽ കാണാറില്ല എന്ന്. ഇതാണ് കാരണം, അച്ഛൻ വരില്ല വീഡിയോയിൽ. അപ്പോൾ അത് ഞങ്ങൾ ഷോപ്പിലെത്തി. അവിടെ ഉണ്ടാവുക ചിക്കൻ 65 അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ 4 പേർക്കുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. ഇത് 2 പേർക്കുള്ളതാണ്. അങ്ങനെ 2 പേർക്ക് വെച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത്. കുട്ടു പറഞ്ഞു കുട്ടു സെപ്പറേറ്റ് ഒരെണ്ണത്തിൽ കഴിക്കാം. അപ്പോൾ എനിക്ക് അച്ഛനും വിജിക്കും അമ്മയ്ക്കും കഴിക്കാം, പിന്നെ ഞങ്ങളുടെ എല്ലാത്തിനും കൂടിയിട്ട് ശിവുവിനും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഞങ്ങളൊരു കടയിലേക്ക് പോകുന്നു വിചാരിച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണ് നമുക്ക് നല്ല കഞ്ഞിയൊക്കെ കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ അച്ഛനെയും കൊണ്ട് ഞങ്ങളങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ച് അച്ഛനെ അന്ന് ലീവ് എടുപ്പിച്ചു. അപ്പോൾ ശിവുവിനാണെന്നുണ്ടെങ്കിലും ചെവിവേദനയും ആകെ ഭയങ്കര ക്ഷീണം വയ്യൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് പോകാൻ മരുന്ന് കഴിക്കുക തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കുട്ടി ആകെ ഇതായിട്ടിരിക്കണം, ആകെ ഒരു സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്ത് കൊണ്ടുപോയി അവളെ ഒന്ന് ഹാപ്പി ആക്കാം. അച്ഛനുണ്ടല്ലോ, അപ്പോൾ അച്ഛനൊന്ന് ഹാപ്പി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഊണൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യുക. അവളെ എരിവധികം കഴിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പപ്പടം അല്ലെങ്കിൽ മീൻ അയലയാണ് ഇഷ്ടം അവൾക്ക്, വേറെ ഒറ്റ മീനും കഴിക്കില്ല. അപ്പോൾ വിജി കഞ്ഞിയാണ് പറഞ്ഞത്. കുട്ടുവിന് കഞ്ഞി ഇഷ്ടമല്ല, പനിയായാലും കഞ്ഞി കുടിക്കില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ശിവനും കൊണ്ടുവന്ന് പാർക്ക് വരുന്ന വെറുതെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അച്ഛൻ പാർക്ക് കണ്ടിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവുമെന്നറിയോ? ഞങ്ങളെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അച്ഛൻ. എങ്ങനെ വിളിച്ചാലും വരില്ല, പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ചെന്ന് എന്തായാലും ഇറങ്ങിയതല്ലേ. അപ്പോൾ എന്തായാലും അവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ശിവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കുട്ടികളായാലും പാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അവൾക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവളൊന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇറക്കിയതാണ്. അങ്ങനെ നമ്മൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ ഭയങ്കര മടിയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് ഇങ്ങോട്ട് ഇറക്കിയ കാരണം കൊണ്ട് ഇനി ഒന്നും പറയാനില്ല അപ്പോൾ അച്ഛന് പരമാവധി അന്നത്തെ ദിവസം ഒന്ന് ഇതാക്കുക, ശിവുനെ അതിലൊന്ന് ഹാപ്പി ആക്കുക, ഇതാണ് വിചാരിച്ചിട്ടുള്ളത്. വേദന ഉണ്ടെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ, ഡോക്ടർ ചെവി അതായത് ENT കാണിക്കുമ്പോൾ പെയിൻ ഉണ്ടാവുമല്ലോ, ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ENTനെ ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. അവളുടെ ഡോക്ടർ ഉണ്ടല്ലോ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഉണ്ടല്ലോ, ശ്രീജിത്ത് ഡോക്ടർ, ആളെ കാണിച്ചാൽ മതി. അപ്പോൾ അത് കാരണം കൊണ്ട് ENTനെ കാണിച്ചാലോ എന്നുള്ള പേടിയൊക്കെ അവൾക്കുണ്ട്. അപ്പോൾ അത് ചെവി നോക്കിയാലോ എന്നുള്ള പേടി കൊണ്ട് ചെവി വേദനയുള്ള കാര്യം മറച്ചു വയ്ക്കും. അപ്പോൾ ഞങ്ങൾ നന്നായി തൊട്ട് നോക്കുമ്പോഴാണ് അവൾ ഉണ്ടമ്മ എന്ന് പറയുക. നേരെ വിലങ്ങുന്നി പോയി. പിന്നെ ശിവനൊരു പാലും വെള്ളവും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ പഴംപൊരി മേടിച്ചു കൊടുത്തു കേട്ടോ ശിവന്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ തമാശയൊക്കെ പറഞ്ഞു, നല്ല സന്തോഷമായി. നമ്മുടെ വിജിക്ക് ഡേറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രാഫ് നോക്കാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ബുധനാഴ്ച ആയിരിക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ചില ദിവസങ്ങളിൽ ചെറിയ ക്ലിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇന്ന് ഇടാലോ എന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. വിജിക്ക് ഗ്രാഫ് നോക്കണം, PV ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ശിവനെ ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിത് നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ എന്തായി ഉണ്ണിയുടെ കാര്യം എന്നുള്ളത് അറിയാം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, വാവ വരാറായില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിയുടെ പെയിനെ പറ്റിയിട്ടും ചെറിയൊരു ഇതുണ്ട്. വിജിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ വിജിക്ക് പരമാവധി ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ടെൻഷൻ അടിക്കേണ്ട, പോയ പോലെ പ്രസവിച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോരാം, എന്തിനു വെറുതെ ടെൻഷൻ അടിക്കണം. അപ്പോൾ ഞങ്ങളത് ഡോക്ടറെ കാണിച്ചു. എന്താ പറയുക,
ഗ്രാഫൊക്കെ നോക്കി ഡോക്ടറെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഓടിക്കാണ്. അക്ഷയിലാണ് കയറിയത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യാഴാഴ്ചയാണ് അഡ്മിഷൻ. വ്യാഴാഴ്ച വൈകുന്നേരം അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ശിവുവിനെ ക്ലാസ്സിൽ വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശിവുവിനെ എടുത്തിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ഊണാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഊണൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ശിവുവിനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശിവു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് എടുക്കാൻ വരണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശിവുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3:15 ശിവുവിനെ വിടുക. അപ്പോൾ അതേ ഞങ്ങൾ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 3:15 അതേ ശിവുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തി. അതേ ശിവു ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചറോട് വെച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ചെറിയ കുറുമ്പൊക്കെ ഉണ്ട്, പിന്നെ നല്ല വർത്താനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കരുത്, നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ എന്തൊക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ താരുവിനെ കണ്ടു കഴിഞ്ഞാൽ അവളെല്ലാം മറക്കും. 2 ആളും നല്ല വർത്താനാണ്. പിന്നെ പോരാതെ അൻവിക്കും ഉണ്ട്, 3 എണ്ണം നല്ല വർത്താനാണ് എന്ന് പറയാറ് ടീച്ചർ. അങ്ങനെ നമ്മൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ശിവനെ ക്ലാസ്സിലേക്ക് വിടുകയാണ്. ക്ലാസ്സിലേക്ക് വിട്ടിട്ട് ഞാനും കുട്ടും കൂടെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാറുള്ള ക്ഷേത്രമാണ് ഇളവള്ളിയിൽ. അപ്പോൾ അതോടെ 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിയാലും മതി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലേക്ക് വന്നു കൊടുക്കുകയാണ്. ശിവനെ ക്ലാസ്സിലേക്ക് വിട്ടു. അപ്പോൾ ഞാനും കുട്ടും കൂടെ അമ്പലത്തിലേക്ക് വന്നു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, വിജിക്ക് ഡേറ്റായി വ്യാഴാഴ്ച വൈകുന്നേരം നമ്മളോട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ അങ്ങോട്ട് പോവും. അപ്പോൾ ഗൈസ്, അപ്പോൾ ശിവുവിന് ഞാൻ വ്യാഴാഴ്ച ഇതാണല്ലോ, വ്യാഴാഴ്ച ക്ലാസ് വിട്ടിട്ട് നേരെ വൈകുന്നേരം ഞങ്ങൾ അഡ്മിറ്റ് ആവാമെന്ന് വിചാരിക്കുന്നത്. വെള്ളിയാഴ്ച പിന്നെ ശിവുവിന് ഞാൻ ലീവ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ടീച്ചറുടെ അടുത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണീനെ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദീപാവലി കാരണം അന്നത്തെ ദിവസം കൂടി ലീവ് കിട്ടും. അപ്പോൾ ടീച്ചർ പറഞ്ഞു അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ വിജിയുടെ പേരിലൊരു വഴിപാടൊക്കെ കഴിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം. കാറ്റുണ്ട് കേട്ടോ. മണ്ഡലമാസമൊക്കെ ആവാറായി കഴിഞ്ഞാൽ കാറ്റൊക്കെ വീശില്ലേ. അപ്പോൾ ശിവു ജനിച്ചതും ആ ഒരു ടൈമിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ധനുമാസത്തിലാണ് ശിവു. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുകയാണ്. എനിക്കിഷ്ടമുള്ളൊരു സമയമാണ് വൃശ്ചിക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലമാസം സമയം. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴുതിട്ട് വരാം. ഞങ്ങൾ തൊഴുത് ഊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ചോറും സാമ്പാറും മറ്റേ പയറും മത്തങ്ങ, അത് അച്ചാർ, പപ്പടം ഇതൊക്കെയാണ് ഉള്ളത്. ഞങ്ങളിത് പിന്നെ വീട്ടിലെത്തി. വീട്ടിൽ വൈകുന്നേരം ശിവുവിനെ ക്ലാസ്സിൽ നിന്ന്, അതായത് ശിവു സ്കൂൾ വിട്ട് വന്ന് വീട്ടിലെത്തി. ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് കുളിച്ച് വിളക്കൊക്കെ വെച്ച് പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവും കുട്ടും കൂടിയിട്ട് അവിടെ ഗംഭീര വഴക്കല്ല, ശിവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശിവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുസൃതിയാണ്. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോവാണ്. ഓരോ ഇലയും കായൊക്കെ പറക്കിക്കൊണ്ട് വരിക. അപ്പോൾ അതേ കണ്ടില്ലേ, കുറുമ്പ് കാട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിനെ ഓരോ കുസൃതി ഒപ്പിക്കാന്ന് വെച്ചിട്ട് കുട്ടും പിന്നാലെ. അങ്ങനെ നമ്മൾ വിളക്ക് വെച്ചത് ഞങ്ങളിനി പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങനെ ശിവനൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ശിവ? കളറിങ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മഞ്ജു വാര്യരാണ് കേട്ടോ സൈനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മളിത് അപ്പോൾ അങ്ങനെ നമ്മൾ സന്ധ്യ പ്രാർത്ഥിക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നേരെ എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗും എല്ലാം നമ്മൾ കാറിലേക്ക് വെക്കുകയാണ്. പിറ്റേ ദിവസമാണ് ഇവരെല്ലാവരും വീട്ടിലേക്ക് വരിക. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഇതൊക്കെ കാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിനൊക്കെ എങ്ങനെ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പോരാണ്ട് നമ്മുടെ ഉണ്ണി വരണതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ ഫുൾ ബാഗുകളുണ്ട്, അതൊക്കെ നമ്മൾ കാറിൽ കയറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ.